സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവും. എൻ്റെ പേര് അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി എന്നാണ്. നാട്ടുകാരെ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയില്ല. ചിലർ പാലക്കണ്ണാടി ജോയി എന്ന് വിളിക്കും, ചിലർ സെൻസർ ബോർഡ് കൊച്ചുട്ടി എന്ന് വിളിക്കും. കാരണം എന്നെ പോലെ ടെലിവിഷൻ അവതാരകരായിരുന്നവർക്കൊക്കെ പ്രോഗ്രാമിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നീ പോലും ചോദിച്ചാൽ എൻ്റെ പേരറിയാത്തോടെന്ന് എനിക്കറിയാം. ചേട്ടാ, മലയാളത്തിലെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒട്ടും മുഖവരാവശ്യമില്ലാത്തൊരു നടനാണ്, ഒരു ഹാസ്യ കലാകാരനാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടൻ കുറേ നാളായിട്ട് നമ്മൾ ടെലിവിഷനിലൊന്നും അങ്ങനെ കാണുന്നില്ല. എന്താ ചേട്ടാ? ആരും വിളിക്കാത്തതുകൊണ്ട്. മാത്രമല്ല, ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെലിവിഷൻ വേണ്ട. മാത്രമല്ല, ടെലിവിഷനിൽ ഇപ്പോൾ സിനിമ ആലോചിച്ച് നോക്കണം, പുരുഷ അവതാരകർ വളരെ കുറവാണ്. എൻ്റെയൊക്കെ സമയത്ത് 2000-കളിലെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പുരുഷ അവതാരകരായിരുന്നു. ഇപ്പോൾ പുരുഷ അവതാരകർ എന്ന ടെലിവിഷൻ്റെ കോൺസെപ്റ്റ് മാറി, സ്ത്രീകളാണ് കൂടുതലും. പിന്നെ ടെലിവിഷൻ ഷോസുകളില്ല. അപ്പോൾ ഞാനൊക്കെ അടക്കമുള്ള ഞാൻ ചെയ്യുന്ന പല ചാനലുകളിലും ഇപ്പോൾ ഇൻഹൗസ് പ്രൊഡക്ഷനുകളില്ല. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് മാറി, സിനിമയിലേക്ക് മാറി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അപ്പോൾ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരുപാട് ചാനലുകൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം നിങ്ങൾ സമയം കൊടുത്ത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതൊരു നന്ദികേടായിട്ടാണോ തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് മുന്നേ ആൾക്കാരുണ്ടായിരുന്നു, എനിക്ക് ശേഷം ആൾക്കാർ വരും. ഞാൻ 23 TV ഷോസ് ചെയ്തിട്ടാണ് മാറിയേക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി എന്നെ വിളിക്കണമെന്ന് പറയുന്നത് പ്രേക്ഷകരോട് ഞാൻ കാണിക്കുന്നതല്ലേ. എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ടെലിവിഷനിൽ ചെയ്തു, ഇനി സിനിമയിൽ ചെയ്യണം, സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറ്റമൊന്നുമില്ല. മാറ്റം അനിവാര്യമാണ്. എനിക്ക് മുന്നേ ആൾക്കാരുണ്ടായിരുന്നു, എനിക്ക് ശേഷം ഇനി ആൾക്കാർ വരും, അവർക്ക് ശേഷം ആൾക്കാർ വരും. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വേണം, നാടെങ്ങനെയാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ എന്താണ് പ്രതീക്ഷകൾ? കാരണം മലയാള സിനിമ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ചേട്ടനെ പോലുള്ള ഒരു കലാകാരന്, ഒരു നടന് പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് സിനിമകൾ ഇപ്പോൾ പുതിയ സംവിധായകരടക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ സിനിമകളും പുതിയ സംവിധായകരെയൊക്കെ നോക്കി കാണാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ 52ാമത്തെ വയസ്സാണ്. അപ്പോൾ നമ്മൾ ഓരോ സമയങ്ങളിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടു തുടങ്ങിയ ആൾക്കാരാണ്. ഓരോ സമയങ്ങളിലും പുതിയ സിനിമകൾ വരുന്നു, പുതിയ കഥാപാത്രങ്ങൾ വരുന്നു, പുതിയ ട്രെൻഡുകൾ വരുന്നു. പിന്നെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ ഘടകങ്ങളുണ്ട്. ഒന്ന്, അയാൾക്കൊരു നല്ല വേഷം തരണമെന്ന് ഒരു സംവിധായകന് തോന്നണം. അയാളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്ന് അയാൾക്ക് തോന്നണം. അയാൾ ചെയ്യുന്ന ക്യാരക്ടർ പെർഫോം ചെയ്യണം. ആ സിനിമ ഹിറ്റാവണം. അയാൾ ചെയ്ത ക്യാരക്ടർ ഹിറ്റാവണം. ഇത്രയും ചെയ്യുമ്പോൾ നടനുണ്ടാവുന്നത്. അതിനുശേഷം പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല വേഷങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നല്ല നടനുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ എന്നിലൊരു നല്ല നടനുണ്ടെന്ന് തോന്നുന്ന ഒരു സംവിധായകന് മാത്രമേ എന്നെ വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അമൽ കെ ജോബി അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്തത്. വ്യത്യസ്ത വേഷങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഓരോ സംവിധായകനും നമ്മൾ വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു നടൻ്റെ ജോലി. അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും വിളിക്കുമായിരിക്കും. ചേട്ടനിലൊരു നല്ല നടനുണ്ടെന്ന് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? അതൊക്കെ വീട്ടിൽ പണ്ട് കള്ളം പറയുമ്പോഴേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വയം എങ്ങനെയാണ് ഒരു നടൻ എന്നുള്ള നിലയിൽ വിലയിരുത്തുന്നത്? ഒരു ഹാസ്യതാരം ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വയം ഒരു നടൻ എന്നുള്ള നിലയിൽ എങ്ങനെ വിലയിരുത്തുന്നത്? ഇത് ഞാൻ അങ്ങനെ ഹാസ്യമൊന്നും ചെയ്തിട്ടില്ല. ആൾക്കാരുടെ ഹാസ്യമാക്കി മാറ്റിയതാണ്. ഞാൻ ചെയ്ത ഷോകളുടെ സ്വഭാവമാണ് ഹാസ്യം. ഞാനങ്ങനെ ഹാസ്യ ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല സത്യത്തിൽ. പിന്നീട് സിനിമകളിലായാൽ തന്നെയും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്ന് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. ഞാനൊരു വലിയ നടനായിട്ടില്ല, അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കണം. മരണം വരെ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് അത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം മലയാള സിനിമയിൽ ഹാസ്യ നടന്മാർ മലയാള സിനിമയിൽ പല വെറൈറ്റി ഓഫ് റോളുകളിലേക്ക് പോയപ്പോൾ ശരിക്കും മലയാളി പ്രേക്ഷകർ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത് ഹാസ്യ നടന്മാർക്ക് ഏത് ടൈപ്പ് ഓഫ് റോളും ചെയ്യാൻ പറ്റും എന്നൊരു ട്രെൻഡിലേക്കൊക്കെ കാര്യങ്ങളൊന്നും. അവരൊന്ന് കരഞ്ഞാൽ നമ്മുടെ നെഞ്ച് പെടയുന്ന പോലെ. ഇപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ കാബൂളിവാലയിലൊക്കെ കാണിച്ച ജഗതി, അതുപോലെ തന്നെ സലിം കുമാർ, അതുപോലെ ഇന്ദ്രൻസ്, അതാണ് ഇന്ദ്രൻസ്, ഇവരൊക്കെ ഒന്ന് മനസ്സൊന്ന് പെടഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് തകർന്നു പോകുന്ന രീതിയിലാണ്. അപ്പോൾ അതെന്താണ് അങ്ങനെ? ഹാസ്യനടന്മാർക്ക് എന്താണ് ഇത്ര പ്രത്യേകത? നമ്മുടെ ഈ ഒരു നവരസങ്ങളിൽ ഹാസ്യമാണ് രണ്ടാമത് പറഞ്ഞാൽ ചിരിക്കാത്തത്, അല്ലേ? ഒരു ഹാസ്യം നമ്മൾ രണ്ടാമത് കേട്ടാൽ ചിരിക്കില്ല, അല്ലേ? പക്ഷേ ആ ഒരു ഹാസ്യം ചെയ്ത് ഫലിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പാടുള്ളൊരു ഫീലാണ്. അത് ഇപ്പോഴും നമ്മുടെ ജൂറിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഹാസ്യം ചെയ്യാൻ അല്പം പാടാണെന്ന്. അപ്പോൾ ഹാസ്യതാരത്തിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള രസങ്ങളൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഹാസ്യം ചെയ്യുന്ന ഒരാൾക്ക് ഈസിയായിട്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് എൻ്റെ ശരി. ഹാസ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് ശ്രീനിവാസൻ സാറ്. ഈയിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നല്ല ഹാസ്യതാരങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അവരൊക്കെ നല്ല റൈറ്റേഴ്സ് കൂടിയാണ്. ഇപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ അല്ലെങ്കിൽ ഇപ്പോൾ ജഗതി ശ്രീകുമാർ എന്നൊക്കെ പറയുമ്പോൾ അവർ സിനിമ എഴുതണമെന്നില്ല. അവരൊരു കഥാപാത്രത്തെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് അവർ രൂപപ്പെടുത്തുന്നുണ്ട്. സിനിമയിൽ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അവർ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് ഫലിപ്പിക്കപ്പെടുമ്പോഴാണ് ആ സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ശ്രീനിവാസ ചേട്ടൻ എന്ന് പറയുമ്പോൾ
മലയാളത്തിൻ്റെ എഴുത്തുകാരൻ മാത്രമല്ല, ചിന്തകൻ കൂടിയാണ്. കാലത്തിനപ്പുറം സഞ്ചരിച്ച ഒരു തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, നടനാണ്. ശ്രീനിവാസൻ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? തിയേറ്ററിലൊക്കെ പോയി കണ്ട സിനിമകളിലും അല്ലാതെ കണ്ടതിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ പിക്ക് ചെയ്യും? അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും, ഇപ്പോൾ എല്ലാവരും സന്ദേശം എന്ന് പറയുമ്പോഴും മറവത്തൂർക്കരവായിക്കോട്ടെ, അല്ലെങ്കിൽ ചന്ദ്രലേഖ ആയിക്കോട്ടെ, അങ്ങനെ ആ ഒരു നല്ല ഗ്രൂപ്പായിട്ട് ചെയ്ത, ഇപ്പോൾ പ്രിയദർശൻ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് അല്ലെങ്കിൽ സിബി മലയിൽ, ഇവരോടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓരോ സിനിമകൾക്കും ഓരോ സ്വഭാവമാണ്. അദ്ദേഹത്തിൻ്റെ ഏത് സിനിമയാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏത് കണ്ണാണ് നല്ലതെന്ന് ചോദിക്കേണ്ടി വരും. ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ചേട്ടൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മലയാള സിനിമയിൽ ഒരു നല്ല സ്ഥാനവും കിട്ടട്ടെ. തീർച്ചയായിട്ടും സന്തോഷം.